اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ അത്തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്നു, അൽ ഫിത്തുറത്തു ഹിയൽ ഖുത്ബാനിയത്തുൽ ഉളുമ. ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത്, ഒരാൾ ജനിക്കുന്ന ആ പ്രകൃതി, അത് ഹിയൽ ഖുത്ബാനിയത്തുൽ ഉളുമ, അത് ഏറ്റവും ഉന്നതമായ ഒരു ഖുത്ബാനിയത്തിൻ്റെ പദവിയാണ്. ഏതൊരാളും അങ്ങനെ തന്നെയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ജനിക്കപ്പെടുന്ന ഏതൊരു കുട്ടിയും ശുദ്ധ പ്രകൃതിയിലായിട്ടല്ലാതെ ഈ ലോകത്ത് എന്ത് ചെയ്യുന്നില്ല, ജനിക്കപ്പെടുന്നില്ല. ഏതൊരു കുട്ടിയും ജനിക്കുന്ന സമയത്ത് ശുദ്ധ പ്രകൃതിയിലാണ്. ഫ അബവാഹു യുഹവ്വിദാനിഹി, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്. വ യുനസ്വിറാനിഹി, മാതാപിതാക്കളാണ് അവനെ നസ്വാറയാക്കുന്നത്. ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ മാതാപിതാക്കളാണ് അവനെ തീ ആരാധകനാകുന്ന മജൂസിയാക്കുന്നത്. അപ്പൊ ഏതൊരു കുട്ടിയും ജന്മനാൽ ശുദ്ധ പ്രകൃതിയിലാണ്. ഈ ഹദീസ് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ തങ്ങളാണ്. അബൂ ഹുറൈറ തങ്ങൾ സുമ്മ ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വഖ്റഉ ഇൻ ശിഅ്തും, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഒരായത്തുണ്ട്, അതൊന്ന് നീ ഓതിക്കളാം. ഫിത്രത്തല്ലാഹില്ലതി ഫറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലികദ്ദീനുൽ ഖയ്യിം. ഈ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് ഫിത്രത്തല്ലാഹി, അള്ളാഹുവിൻ്റെ പ്രകൃതിയാണ്. ഒരു ദൈവികമായ ടച്ച് ഉണ്ട് ഏതൊരു കുട്ടിയും ജനിക്കുന്ന സമയത്ത്. ഒരു ദൈവികമായ ടച്ച് ഉണ്ട് ഏതൊരു കുട്ടിയും ജനിക്കപ്പെടുന്ന സന്ദർഭത്തിൽ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകൃതിയായ ആ പ്രകൃതി നീ എന്ത് ചെയ്യണം, അവിടുന്ന് അങ്ങോട്ട് കാത്ത് സംരക്ഷിക്കണം. ചെറുപ്പത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്കത് നൽകുന്നുണ്ട്. ഈ ആയത്തിലെത്തിന്റെ ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ പറയുന്നത്, വൽ ഫിത്രത്തു, ആ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ഹിയ, അത് അൽ ഖുത്ബാനിയത്തുൽ ഉളുമ, അത് ഏറ്റവും ഉന്നതമായ ആത്മീയമായൊരു മർത്തബയാണ്. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഖുത്ബാനിയത്തിന്റെ പദവി ലോകത്തുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, അലങ്കരിക്കുന്നുണ്ട്. ഏതൊരു കുഞ്ഞും അങ്ങനെ തന്നെയാണ്. കുല്ലു ഇൻസാനിൻ, ഏതൊരു മനുഷ്യനും ബി ഐനിഹി, അസുലിയായിട്ട് ഹുവ കുത്തുബു വഖ്തിഹി, ആ സമയത്തിൻ്റെ കുത്തുബാണ്. ആ സമയത്തിൻ്റെ കുത്തുബാണ് ഏതൊരു മനുഷ്യനും. വ ഇമാമു സമാനിഹി, ആ സമയത്തിൻ്റെ ഇമാമാണ് ഏതൊരു മനുഷ്യനും. വ സുൽത്താനു അവാനിഹി, ആ കാലത്തെ സുൽത്താനാണ് ഏതൊരു കുഞ്ഞും.
ഫമാ ബഅസല്ലാഹു റുസുലഹു, ഒരു പ്രവാചകനെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല, അയച്ചിട്ടില്ല, ഇല്ലാ ലി അജ്ലിക, നിന്റെ കാരണത്തിന് വേണ്ടിയല്ലാതെ. നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ അവരോധിച്ചിട്ടുള്ളത്. വമാ അയ്യനൽ അഖ്താബ, ഒരു അഖ്താബിനെയും അല്ലാഹു തആല നിർണയിച്ചിട്ടില്ല, ഇല്ലാ ലി ഹിദായതിക, നിന്നെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. വമാ അല്ലമൽ ഉലമാ, ഒരു പണ്ഡിതനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ പഠിപ്പിച്ചിട്ടില്ല, ഇല്ലാ ലി ഇർഷാദിക, നിന്നെ നല്ല വഴിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ടല്ലാതെ. വമാ മല്ലക്കൽ മുലൂക, ഒരു രാജാവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകിയിട്ടില്ല, ഇല്ലാ ലി അംനിക, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. നീ ആരാണപ്പോ? നീ ഒരു അൽ ഫിത്രത്തു ഹിയൽ ഖുത്ബാനിയത്തുൽ ഉൽമ, നീ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ശുദ്ധ പ്രകൃതിയിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ നിന്നെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. കഴിഞ്ഞില്ല. വമാ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികൾ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല, വമൻ ഫീഹാ, അതിലുള്ള വസ്തുക്കളെയും, വദ്ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ള വസ്തുക്കളും, വൽ ആഖിറത വമാ ഫീഹാ, ആഖിറവും അതിലുള്ള വസ്തുക്കളും, ഇല്ലാ ഇഹ്തിമാമൻ ബിശഅനിക, അതൊക്കെ നിന്നെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ ഗൗനിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു തആല പരിഗണിക്കുന്നുണ്ട്. വരിആയത്തൻ ലിജനാബിക, നിന്റെ ഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നോട്ടം ചെയ്യുന്നുണ്ട്. അൻത വഹ്ദക്, നിന്നെ മാത്രം. അല്ലാഹു തആല പിന്നെയും പറയുന്നു നിന്നെ മാത്രം. കാരണം അൻത ഐനു മുറാദില്ലാഹി മിൻ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരെ മാത്രമേ ഉദ്ദേശമുള്ളൂ? മനുഷ്യന്മാരെ മാത്രമേ ഉദ്ദേശമുള്ളൂ. അൻത ഐനു മുറാദില്ലാഹി മിൻ ഖൽഖിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നിന്നെയാണ്. അപ്പൊ നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്തുള്ള സർവ്വത്തിനെയും അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. എന്താ കാരണം? അൻത ഖുത്ബുൽ വുജൂദ്, നീ ഈ ലോകത്തിന്റെ കുത്തുബാണ്. അതുകൊണ്ട് നിന്നെ പരിഗണിക്കുക എന്നത് അല്ലാഹു തആലക്ക് ലക്ഷ്യമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഏതൊരു കുഞ്ഞും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്, അവനെ ഏതൊരു ഭാഗത്തേക്ക് തിരിക്കുന്നതും അവൻ്റെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മർത്തബകൾ പറഞ്ഞല്ലോ. എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറയുന്നു, വലാകിന്നക തജ്ഹലു ഹഖീഖതഹ, വലാകിന്നക, എങ്കിലും നീ, തജ്ഹലു, നീ മറന്നുപോയി, ഹഖീഖതക, നിന്റെ യാഥാർത്ഥ്യം നീ മറന്നു. നിന്റെ യാഥാർത്ഥ്യത്തിനെ കുറിച്ച് നിനക്കെന്തില്ല? അറിയില്ല. വതതഗാഫലു അൻ റുതുബതിക, നിന്റെ സ്ഥാനത്തിനെ തൊട്ട് നീ അശ്രദ്ധവാനായി. ആനക്ക് ആനയുടെ വലിപ്പം എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. സകല ജീവികളെയും നിലം പരിശരാക്കാനുള്ള കഴിവ് ആനക്ക്, കാട്ടിലെ ആനക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഏതൊരു ഹിംസ്ര ജീവികൾ വന്നാലും ആ കാലുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി, ആ ജീവികളൊക്കെ നിലം പരിശരാവും. പക്ഷെ ആനക്ക് എന്ത് ചെയ്യുന്നില്ല? ആനയുടെ വലിപ്പം അറിയുന്നില്ല. സിംഹത്തിനെ കാണുമ്പോഴേക്ക് ആന ഓടുകയാണ്. കാരണം എന്താണ്? ഒരു ചെറിയ എനിക്ക് ഈ സിംഹത്തിന് അതിജയിക്കാൻ കഴിയൂലേ എന്നുള്ളൊരു ഭയം, തന്നെക്കുറിച്ചുള്ള അജ്ഞത ആനക്കുള്ളത് കൊണ്ട് സിംഹത്തിനെ കാണുമ്പോൾ, കടുവനെ കാണുമ്പോൾ, പുലിയെ കാണുമ്പോൾ ആന ഓടുകയാണ്. മറിച്ച് ഏത് ആന വന്നാലും, ഏത് സിംഹം വന്നാലും, ഏത് കടുവ വന്നാലും തൻ്റെ കാലുകൊണ്ടൊന്ന് അമർത്തി പിടിച്ചാൽ അവരെ ജീവൻ തന്നെ ഇല്ലാതെയാക്കുമെന്നുള്ളൊരു കഴിവിൻ്റെ ഒരു അറിവ് ആർക്കില്ലാതെ പോയി? ആനക്കില്ലാതെ പോയി. അതേപോലെയാണ് മനുഷ്യൻ. മനുഷ്യൻ ഒരു കുത്തുബാണ്, ശുദ്ധ പ്രകൃതിയിലാണ് മനുഷ്യൻ ജനിക്കേണ്ടത്. പക്ഷേ വലാകിന്നക തജ്ഹലു ഹഖീഖതക, നിന്റെ യാഥാർത്ഥ്യം നീ മറന്നുപോയി. വതതഗാഫലു അൻ റുതുബതിക, നിന്റെ സ്ഥാനവും എന്ത് ചെയ്തു? നീ മറന്നുപോയി. ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫമൻ ബഖിയ അലാ ഫിത്രതിഹിൽ ഊല, ഫമൻ ബഖിയ അലാ ഫിത്രതിഹിൽ ഊല, ഒനക്ക് ആദ്യമേ ഉണ്ടാകുന്ന ശുദ്ധ പ്രകൃതിയില്ലേ അല്ലേ, അതിൽ ഒരാൾ ഉറച്ചു നിന്നാൽ ബഖിയ അലാ ഖുത്ബാനിയത്തിഹി, ഖുത്ബാനിയത്തിന്റെ മേലിൽ ശേഷിക്കും. ചെറുപ്പത്തിലേയുള്ള ഖുത്ബാനിയത്തിന്റെ പദവില്ലേ, അതിൽ ഒരാൾ ഉറച്ചു നിൽക്കുകയാണ്, അതിലൂടെ തന്നെ ഒരാൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ വ്യക്തി ആരാണ്?
ആ കുത്തുബാനിയത്ത് ഇങ്ങനെ സംരക്ഷിച്ചു പോകുന്ന വ്യക്തിയാണ്. ആ ശുദ്ധ പ്രകൃതിയെ തൊട്ട് നമ്മൾ വിദൂരത്താകുമ്പോഴൊക്കെയും ആ കുത്തുബാനിയത്തിന്റെ പദവിയോട് ഇങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ ബഈദായി ഇങ്ങനെ പോവുകയാണ് അല്ലേ. സംസാരിക്കാൻ ഓനക്ക് അറിയുന്നത് വരെ ഓൻ ആരന്നെയാണ്, കുത്തുബാനിയത്തിന്റെ പദവിയാണ്. മുമ്പൊക്കെ ഞാൻ ആ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കാൻ അറിയുന്നത് വരെ ഓന ഏതുവരെയാണ്, കുത്തുബാനിയത്തിന്റെ പദവിയാണ്. പിന്നെ ഓരോന്നിങ്ങനെ സംസാരിച്ച് ഓന ചിന്ത പലതിലേക്ക് പോവുകയാണ് അല്ലെ, കളിപ്പാട്ടങ്ങളിലേക്കും അല്ലേ. ആദ്യം കളിപ്പാട്ടങ്ങളിലേക്ക് പോവും, ആ കളിപ്പാട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒറിജിനൽ പിന്നെ വണ്ടികളിലേക്ക് പോവും. പിന്നെ അവന്റെ മനസ്സിൽ ഓരോ ഇഷ്ടങ്ങൾ ഇങ്ങനെ വന്നു പോവുകയാണ്. ആദ്യകാലത്ത് അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോ ആ ശുദ്ധ പ്രകൃതിയെ തൊട്ട് ഒരാൾ വിദൂരത്താകുമ്പോഴൊക്കെയും ഓൻ ആ കുത്ബാനിയത്തിന്റെ പദവിയെ തൊട്ട് ഇങ്ങനെ വിദൂരത്തായി പോവുകയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ പറയാണ്, വക്കം എത്രയാണ് ജാഹദൽ ഔലിയാഉ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ പരിശ്രമിച്ചത്, ഹത്താ യഊദു ഇലാ തിൽക്കൽ ഫിത്ര, ഈ ഒരു പ്രകൃതിയിലേക്ക് മടങ്ങാൻ വേണ്ടി, ഈ പ്രകൃതിയിലേക്ക് പഴയ പ്രകൃതിയിലേക്ക് മടങ്ങണം, അസുലിലേക്ക് മടങ്ങണം. അതിനു വേണ്ടി എത്ര ഔലിയാക്കളാണ് എന്ത് ചെയ്തത്? വലാ തഹീന ഉസൂൽ, അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന ആളുകൾ അവര് തപം ചെയ്ത് അവർ അള്ളാഹുവിലേക്ക് അടുത്ത് ആ പഴയ പ്രകൃതിയിലേക്ക് ഒരു പിന്നെയും മടങ്ങും. ആദ്യം അവൻ അള്ളാഹുവിലേക്ക് ഉസൂലായവനാണ്, ഉന്നതമായ മർത്തബ ഉള്ള വ്യക്തിയാണ് ഏതൊരു വ്യക്തിയും. പിന്നെ ആ വ്യക്തിയിൽ നിന്ന് പതുക്കെ അവൻ ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോ ഇഷ്ടങ്ങൾ വന്ന്, ഓൻ്റെ ചിന്തകൾ വന്ന്, ഓൻ്റെ മെമ്മറിയിലും ഓൻ്റെ ഹൃദയത്തിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കയറിക്കൂടി ആ ഒരു കുത്തുബാനിയത്തിനെ തൊട്ടോരിങ്ങനെ വിദൂരത്താകുകയാണ്. എന്നാൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, ഏത് പഴയ ദറജ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എത്ര ഔലിയാക്കളാണ് പരിശ്രമിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ പറയാൻ. എന്നിട്ട് പറയുന്നു, വലിദ, ഒരു മനുഷ്യൻ കുത്തുബാണ് എന്ന കാരണത്തിന് വേണ്ടിയാണ് ഫൽ മൗലൂദു യൂലദു കുത്തുബൻ അലാ അജ്നിഹത്തിൽ മലായികത്തി, മലായികത്തിന്റെ ചിറകുകളുടെ മേലാണ് എല്ലാ കുത്തുബുകളും എന്ത് ചെയ്യണത്, ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത് ഏതിന്റെ മുകളിലാണ്? മലായികത്തിന്റെ ചിറകിന്റെ മേലിലാണ്. സാജിദൻ ലഹു ഇഹ്തിറാമൻ ലിബഖാമിഹി, ആ കുട്ടിയുടെ മക്കാമിനെ വന്ദിക്കാൻ വേണ്ടി മലായികത്തുകൾ അവർക്ക് സാഷ്ടാംഗം ചെയ്യാണ്. വതവാദുഅൻ ലിമകാനതിഹി, ഈ വ്യക്തിയുടെ സ്ഥാനം കണ്ടിട്ട് ആര്, ഏതൊരു കുഞ്ഞും ജനിക്കണ സമയത്ത് കുത്തുബാനിയത്തിന്റെ പദവിയിലാണ് ജനിക്കണത്. കാരണം മലായിക്കത്ത് ചിറകുകൾ കൊണ്ട് അവൻ ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് ഏറ്റുവാങ്ങാണ്. എന്നിട്ട് മലായിക്കത്ത് ഈ കുട്ടിക്ക് സാഷ്ടാംഗം ചെയ്യാണ്. എന്താ കാരണം? ഈ കുട്ടിയുടെ സ്ഥാനത്തിനെ വന്ദിക്കാൻ വേണ്ടിയിട്ട്, ഈ കുട്ടിയുടെ സ്ഥാനത്തിനോടുള്ള വിനയം, വലിയ സ്ഥാനമാണ് ഈ കുട്ടിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വിനയാന്വിതരാകുകയാണ് ഏത് മലായിക്കത്തും ഓരോ കുഞ്ഞും ജനിക്കുന്ന സമയത്ത്. ഹത്താ, എത്രത്തോളം, വലൗകാന മക്തൂബൻ ഇൻദല്ലാഹി കാഫിറ, ആ ജനിക്കുന്ന കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയെ സംബന്ധിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ കാഫിറാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിന് എന്ത് ചെയ്യുന്നുണ്ട്, മലായികത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദരവോടുകൂടെയാണ് കാണുന്നത്. കാരണം എന്താ? അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ വബദാ ഖലഖൽ ഇൻസാന മിൻ തീൻ, മനുഷ്യന്മാരുടെ ശരീരവും ആത്മാവും ശുദ്ധിയുള്ളതാണ്. മനുഷ്യന്മാരുടെ ശരീരവും ആത്മാവും ശുദ്ധിയുള്ളതാണ്. കാരണം ഒരു മനുഷ്യന്റെ ശരീരം കളിമണ്ണ് കൊണ്ടാണ്, കളിമണ്ണ് ശുദ്ധിയുള്ളതാണ്. ആത്മാവ് അതിലേറെ ശുദ്ധിയുള്ളതാണ്. അത് വലൗകാന മുസ്ലിമൻ ഔ കാഫിറ, ഏതൊരു കുഞ്ഞാണെങ്കിലും ശുദ്ധമായ പ്രകൃതിയിലാണ് എന്ത് ചെയ്യണത്, ഈ ലോകത്തേക്ക് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ ഈ ശുദ്ധ പ്രകൃതി എന്നുള്ളത് മനുഷ്യന്മാർക്ക് മൊത്തത്തിൽ ആമാണ്. അത് മുസ്ലിമാണെങ്കിലും കാഫിറാണെങ്കിലും ഏതിൽ നിൽക്കുന്ന ആൾക്കാരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഈ മക്കാമിലാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലഖദ് കറംനാ ബനി ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ പറയുന്നു, ഫലം യഹുസ്സ ഫീ മക്കാബി തക്രീമി ദാലിക മുഅ്മിനൻ മിൻ കാഫിരിൻ,
കാഫിറിന് അല്ലാഹു തആല ഈ ഒരു ബഹുമാനത്തിന്റെ പട്ടികയിൽ നിന്ന് വേർതിരിച്ചുകണോ? ഇല്ല. അല്ലാഹു തആല എന്ത് ചെയ്തിട്ടില്ല? ഓലെ വേർതിരിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് പിന്നീട് അവർ കാഫിറായത്? അവർ കാഫിറാകാനുള്ള കാരണങ്ങളോട് ബന്ധപ്പെട്ട് അതുമായി അവർ സമ്പർക്കം പുലർത്തി. പിന്നെ അവരെന്ത് ചെയ്യാണ്? ഈ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ മഖാമിൽ നിന്ന്. ഇവിടെ 3 നിലക്കുള്ള ആളുകളുണ്ട്. ഒന്ന്, കാഫിറിന്റെ കുട്ടി. ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്തന്നെ കുത്ബാനിയത്തിന്റെ പദവിയുണ്ട്. പക്ഷേ ആ കുട്ടി വിഗ്രഹാരാധനയോടും അതുപോലെ തന്നെ ദൈവികമായ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിന് പകരം മറ്റു ദൈവങ്ങൾ ആരാധിച്ച് ആ ഒരു ശിർക്കിലേക്കും ബഹുദൈവ ആരാധനയിലേക്കും ആ കുട്ടി പോവുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ കുട്ടി പിന്നീട് എന്താണ്? പിന്നെ കാഫിർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക. എന്നാൽ മുസ്ലിമായ മനുഷ്യന്മാർ തന്നെ 2 തട്ടുണ്ട്. ഏതാ 2 തട്ട്? ഒന്ന്, ആ ശുദ്ധ പ്രകൃതി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ. വേറെ ചില ആൾക്കാരുണ്ടെന്ത്? ശുദ്ധ പ്രകൃതിയിലായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ പിന്നെ അത് പോയി എന്തായി? അത് മുജ്രിമീങ്ങള അവസ്ഥയിലേക്ക് എത്തുന്ന. മനസ്സിലാണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ചിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാർ. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, ഒരു ശുദ്ധ പ്രകൃതിയിലായിരുന്നു. പിന്നീട് ഇടയിൽ ഓൽക്ക് ചിലർ എന്ത് ചെയ്തു? ഒരു ഭ്രംശം സംഭവിച്ചു. കുറെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പിന്നെ അതിലേക്ക് തന്നെ മടങ്ങി വരും. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളെ കുറിച്ച് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ പറയണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ഒരു വിഷയത്തിലും വേർതിരിവ് കാണിക്കുന്നില്ല. ഖുർആനിലൊരായത്തുണ്ട്, യാ ഇബാദി കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം നഫ്സിന്റെ മേൽ അതിരുവിട്ട ആളുകളെ യാ ഇബാദി എന്നാണ് അല്ലാഹു തആല പ്രയോഗിച്ചത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇവിടെ സലാഹുദ്ദീൻ നിങ്ങൾ പറയണേ, ലം യുഖ്രിജുഹും ഇസ്റാഫുഹും അൻ ശറഫി നിസ്ബത്തില്ലാഹി ലഹും ബിലാ ജനാബി ഉബൂദിയത്തി. അമിതം ചെയ്ത ആൾക്കാരാണ്, സ്വന്തം നഫ്സിന്റെ മേൽ അക്രമം കാണിച്ച ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് അവരെ അല്ലാഹു തആല തന്റെ ദാത്തിലേക്ക് ചേർക്കാതിരുന്നു കൊണോ? ഇല്ല. അവരോടും അല്ലാഹു തആല എന്തേ പറഞ്ഞത്? യാ ഇബാദി വഹുവ അഷ്റഫുൻ നസബ്. അത് ഏറ്റവും വലിയൊരു ചേർക്കലാണത്. വഹസ്സുൻ നസബ്, ഒരു പ്രത്യേകമായ ചേർക്കലാണത്. എത്രത്തോളം? വഅബ്ദു സുൽത്താൻ, ഓൻ സുൽത്താന്റെ അടിമയാണ്. അത് ലൈസ കഅബ്ദിൽ ഫർറാൻ, സാധാരണ ഒരു രാജാവിന്റെ അടിമയല്ല, ഓൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. അല്ലാഹു തആല മറ്റൊരായത്തിലൂടെ പറയുന്നില്ലേ, ഇന്ന ഇബാദി, നിശ്ചയം എൻ്റെ അടിമ, ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇബ്ലീസിനോട് പറഞ്ഞതാ, എൻ്റെ അടിമയുടെ മേൽ നിനക്കെന്തില്ല, ഒരാധിപത്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സലാഹുദ്ദീൻ നിങ്ങൾ പറയാണ്, വ കൈഫ, എങ്ങനെയാണ് യകൂനു ലിശ്ശൈത്വാനി സുൽത്താനുൻ അലാ മൻ ഹുവ മഹ്സൂബുൻ മിൻ ഇബാദുർ റഹ്മാൻ. അള്ളാഹുവിൻ്റെ അടിമകളുടെ മേലിൽ എങ്ങനെയാണ് ശൈത്താനൊക്കെ ഒരു ആധിപത്യം ഉണ്ടാകുക? അതുണ്ടാകുമോ? അല്ലാഹു തആലാന്റെ മുഖദ്ദസായ ദാത്തിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു അബ്ദിന്റെ മേലിൽ ശൈത്താനൊക്കെ എന്തുണ്ടാവും? ആധിപത്യം ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ അള്ളാഹിന്റെ ദാത്തിലേക്ക് ചേർത്തി പറഞ്ഞ അടിമയാണെങ്കിലും ഓന് അള്ളാഹുവിൻ്റെ അടിമ അല്ലാത്തതുപോലെ അവൻ്റെ കാട്ടിക്കൂട്ടൽ. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത്. നമ്മൾ ആരെങ്കിലും ശൈത്താനെ ആരാധിക്കുന്നുണ്ടോ? നമ്മൾ ശൈത്താന്റെ അടിമയെ മാറുകയാണ്. അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ തലത്തിൽ നിന്ന് നമ്മൾ ആരടിമയായിട്ട് മാറുകയാണ്? ശൈത്താന്റെ അടിമയായി മാറുകയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒളവ് വരുന്നത്. മനസ്സിലാവുണ്ടോ? കൈഫ യകൂനു ലിശ്ശൈത്വാനി സുൽത്താനുൻ അലാ മൻ ഹുവ ഖുത്ബുൽ വുജൂദ്. അസ്ലിയായ കുത്ബാനിയത്തിന്റെ പദവിയുള്ള ഒരു മനുഷ്യന്റെ മേലിൽ എങ്ങനെയാണ് ശൈത്താൻ ആധിപത്യം ഉണ്ടാകുക? ഉണ്ടാവൂല, ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ഇതിന്റെ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രകൃതിയിലാണ് ഒരു മനുഷ്യനെ സംവിധാനിച്ചത്. അല്ലാഹു തആല കുത്ബാനിയത്തിന്റെ പദവി ഒരു മനുഷ്യന് നൽകുന്നുണ്ട്. ഏതൊരു അടിമകളെയും അള്ളാഹു തന്റെ മുഖദ്ദസായ ദാത്തിലേക്ക് ചേർത്തിയിട്ടാണ് സംസാരിച്ചത്. ഇത്രയും വലിയ ഒരു മഹത്വം അല്ലാഹു തആല നൽകിയിട്ട് ഈ 3നെയും കളഞ്ഞു കുളിക്കുന്നവരാണ് സത്യത്തിൽ ആര്? നമ്മൾ. 3നെയും നമ്മൾ എന്ത് ചെയ്യാണ്?
നമ്മളെ കുത്തുബാനിയത്തിൻ്റെ പദവി നമ്മൾ വിട്ടുകളഞ്ഞു. വലിയ മക്കാമിലായിരുന്നു നമ്മളൊക്കെ, അത് കളഞ്ഞു. മനസ്സിലാവുണ്ടോ? രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മുഖദ്ദസായ ദാത്തിലേക്ക് ചേർത്തിയിട്ടാണ് അള്ളാഹു തആല പറഞ്ഞത്. ആ ഒരു അടിമയുടെ ഒരു കാട്ടിക്കൂട്ടലല്ല നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്, ശൈത്താന്റെ അടിമയാണ്. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ പ്രകൃതിയാകുന്ന ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹു തആല നമ്മൾ എന്ത് ചെയ്യണത്, സംവിധാനിക്കുന്നത്. അതും നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ കാട്ടിക്കൂട്ടലുകളും നമ്മുടെ കോപ്രായിത്തരങ്ങളും കാരണം നമ്മൾ അതും കളയണം. 3 പരാജയങ്ങളാണ് സത്യത്തിൽ നമുക്കിതിൽ ഉണ്ടാകുന്നത്. അപ്പം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മളെ വലിപ്പം എന്താണ്, നമ്മളുടെ തക്രീമിൻ്റെ മഹത്വം എന്താണ്, അല്ലാഹു തആല മറ്റു സൃഷ്ടികളിൽ നിന്ന് എന്ത് മഹത്വമാണ് നമുക്ക് അല്ലാഹു തആല നൽകിയത്, അത് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, സിബഗത്തല്ലാഹ്, നീ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക. സിബഗത്തല്ലാഹ്, നീ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അള്ളാഹുവിനേക്കാൾ നല്ല നിലക്ക് വർണ്ണം നൽകുന്നവൻ മറ്റാരാണ്? ആരുമില്ല എന്ന് അല്ലാഹു തആല പറയും. ഈ ആയത്തെടുത്തിട്ട് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നു, ഫൻസബിഗു ബിഹുബ്ബിൽ ഫിത്ര, ആ ഫിത്രത്താകുന്ന മഹബ്ബത്തിന്റെ ഒരു തലുണ്ട്, അതുകൊണ്ട് നീ അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കും. എന്നിട്ട് തസ്ലൂ വതത്തസ്ലൂ, നീ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി വസൂലാകും, പൂർണ്ണമായി അള്ളാഹുവിൽ നീ അമര് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദി സലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു പറയാണ്. ഇനി ശ്രദ്ധിക്കണട്ടോ, ഫകം മിൻ തലാമീദിൻ, എത്രയെത്ര ശിഷ്യന്മാരാണ്, ഫി മഖാമിൽ ഖത്ബാനിയത്തി, ഒരു ഉന്നതമായ ഖുത്ബാനിയത്തിന്റെ പദവിയിലെത്തിയ എത്ര ശിഷ്യന്മാരാണ്, ബിഹുബ്ബിഹിം ലിമശായിഖിഹിം, അവരെ മശായിഖന്മാരോടുള്ള മഹബ്ബത്ത് കൊണ്ട്, അവരെ മശായിഖന്മാരോടുള്ള അനുരാഗം കൊണ്ട് എത്രയെത്ര ശിഷ്യന്മാരാണ് വലിയ ഖുത്ബാനിയത്തിന്റെ പദവിയിലേക്ക് എത്തിയത്. വലമ്മാ യസ്ലു മശായിഖുഹും ബഅദു ലിമഖാമിൽ ഇഹ്സാൻ, ഓലെ ഷെയ്ഖന്മാരൊന്നും എന്ത് ചെയ്തിട്ടില്ല, വലിയ മക്കാമിലേക്ക്, ഇഹ്സാന്റെ മക്കാമിലേക്ക് എത്തിയിട്ടില്ല. ഫത്തലാമീദു റജഉ ഇലാ ഫിത്രതിഹിം ബിഫദ്ലില്ലാഹി, അല്ലാഹു തആലാന്റെ ഫദ്ല് കൊണ്ട് ആ ഫിത്രത്തിലേക്ക് മടങ്ങുന്ന എത്രയെത്ര ശിഷ്യന്മാരാണ്. എന്നിട്ട് അവിടെ ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അർഹതയില്ലാതെ പദവി അലങ്കരിക്കുന്ന എത്രയെത്ര ശൈഖന്മാരാണ്. ഓല് വലിയ വലിയ ഇർഫാനിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വലിയ വലിയ ഇർഫാനിനെ അവർ പറയുന്നുണ്ട്, വലിയ വലിയ ഇർഫാനിനെ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവരെന്തല്ല, ആ ഇർഫാനിന്റെ മക്കാമിലേക്ക് എത്തിയതല്ല. അശ്ശൈഖു, ഒരു യഥാർത്ഥ ഷെയ്ഖ് ഉണ്ടല്ലോ, അല്ലദി, എങ്ങനത്തെ ഷെയ്ഖാണ്, യൻദുറു, ആ ഷെയ്ഖ് നോക്കും, ഇലാ മുരീദിഹി അന്നഹു കുത്തുബുൻ, കുത്തുബ് എന്ന പദവിയിലേക്ക് ഒരു ഷെയ്ഖ് തൻ്റെ മുരീദിനെ, ആ മുരീദ് ഒരു കുത്തുബാണ് എന്ന പദവിയിൽ വെച്ച് നോക്കുമ്പോൾ, ഒരു ശുദ്ധ പ്രകൃതിയിലാണല്ലോ ആ കുഞ്ഞുള്ളത്, മനസ്സിലാവണം. അശ്ശൈഖുല്ലദി, ഒരു ഷെയ്ഖ്, യൻദുറു ഇലാ മുരീദിഹി അന്നഹു കുത്തുബുൻ, ഒരു മുരീദ് ഒരു കുത്തുബാണ് എന്ന ദർജയിലൂടെ ഒരു മുരീദിനെ നോക്കുന്ന ഏതൊരു ഷെയ്ഖും, ഫഹാദ ഷെയ്ഖ് കുത്തുബുൻ, അവിടെ ഷെയ്ഖ് കുത്തുബാണ്, വൽ മുരീദ് കുത്തുബുൻ, മുരീദും കുത്തുബാണ്. മുരീദും എന്താണ്, കുത്തുബാണ്. വശൈഖുല്ലദി യൻദുറു ഇലാ തിൽമീദിഹി ബിഅന്നഹു മുജറദ് തിൽമീദിൻ, ഏതൊരു ഷെയ്ഖും ആ ഷെയ്ഖ് അവിടുത്തെ മുരീദിനെ എങ്ങനെ നോക്കുന്നത്, അതൊരു ലോക്കലായിട്ടാണ് കാണുന്നത്, ഒന്നും അല്ലാത്ത ആളായിട്ടാണ് കാണുന്നത്. എങ്കിൽ ഫഹുവ ഷെയ്ഖുൻ മുദ്ദഇൻ, ഓനൊരു ഷെയ്ഖല്ല, ഓൻ ഷെയ്ഖിനെ വാദിക്കുന്ന ആള് മാത്രമാണ്, ഓൻ ഷെയ്ഖിനെ വാദിക്കുന്ന ആള് മാത്രമാണ്, ഓൻ എന്തല്ല, ഒരു ഷെയ്ഖല്ല എന്ന് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങൾ പറയാണ്. അപ്പോൾ വൽ മുരീദുല്ലദി, ഒരു മുരീദ്, ശ്രദ്ധിക്കണേ, വൽ മുരീദുല്ലദി, ഒരു മുരീദ്, യൻദുറു ലിശൈഖിഹി, അവൻ തൻ്റെ ഷെയ്ഖിലേക്ക് നോക്കും, ബിഅന്നഹു കുത്തുബുൻ, എൻ്റെ ഷെയ്ഖ് ഒരു കുത്തുബാണ്, ഒരു ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങിയ ഏറ്റവും ഉന്നതനായ ഒരു വലിയാണ് എന്ന നിലക്ക് ഷെയ്ഖിലേക്ക് നോക്കുന്ന ഏതൊരു മുരീദും, ഫദാലിക്കൽ മുരീദു കുത്തുബൻ, ആ മുരീദ് കുത്തുബാണ്. വഇല്ലം യകുൻ ഷെയ്ഖുഹു കദാലിക, ഓന്റെ ഷെയ്ഖ് അങ്ങനെ ആയിട്ടില്ലെങ്കിലും ശരി, അവന്റെ ഷെയ്ഖ് അങ്ങനെ ആയിട്ടില്ലെങ്കിലും ശരി, ആ മുരീദ് എന്താണ്, കുത്തുബ്. കാരണം എന്താണ്, ആ മുരീദിന്റെ മനസ്സിൽ തൻ്റെ ഷെയ്ഖ് ഏറ്റവും ഉന്നതനായ ഒരു വലിയാണ്, ഏറ്റവും ഉന്നതനായ മക്കാമിൽ നിൽക്കുന്നൊരു കുത്തുബാണ്. ആ മുരീദ് ആ ഷെയ്ഖിനെ അങ്ങനെയാണ് കാണുന്നത്.
മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അവിടെ ആര് കുത്തുബായി? മുരീദ് കുത്തുബാണ്. ഷെയ്ഖ് കുത്തുബായിട്ടില്ലെങ്കിലും ശരി. കാരണം ലഖദ് ഖലഖനല്ലാഹു തആല യൗമ ഖലഖനാ ഖിതാബൻ, ഏതൊരു കുഞ്ഞിനെയും അല്ലാഹു തആല സംവിധാനിക്കുമ്പോൾ കുത്തുബായിട്ടാണ് ആ കുഞ്ഞിനെ എന്ത് ചെയ്യണത്? പടക്കുന്നത്. ഇനി വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം പറയാണ്. വലാ ഫദ്ല ലി അഹദിൻ അലാ അഹദിൻ, ഒരാൾക്ക് മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയില്ല ഇല്ലാ ബിൽ ഹുബ്, മഹബ്ബത്ത് കൊണ്ടല്ലാതെ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ എന്തില്ല? ശ്രേഷ്ഠതയില്ല. ഫമൻ സാദ ഹുബ്ബുഹു, ഒരാളുടെ ഹുബ്ബ് വർദ്ധിച്ചിരിക്കുന്നു. വഹസുന ദന്നുഹു, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവനയും ഒരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിരിക്കുന്നു എങ്കിൽ ഇർതഫഅ ശഅ്നുഹു വഅലാ ഖദ്റുഹു ഫി മഖാമിൽ ഖത്ബാനിയ, അവന്റെ കാര്യം ഏറ്റവും ഉന്നതമായ തലത്തിലും ഏറ്റവും അവന്റെ സ്ഥാനം വലിയ മഖാമിലുമാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ പറയുന്നു. അതുകൊണ്ട് ഫൻദുർ, നീ നോക്കണം, ഇലാ ഖത്ബാനിയതിക, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ ശുദ്ധ പ്രകൃതിയിലേക്ക് നീ എന്ത് ചെയ്യണം? നോക്കണം. നീ ആരായിരുന്നു? നീ ഒരു കുത്തുബായിരുന്നു. നീ ഒരു കുത്തുബായിരുന്നു എന്ന് നീ മനസ്സിലാക്കണം. നിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ജനിക്കുന്ന സമയത്ത് സംവിധാനിച്ച ഒരു വലിയ കുത്തുബായിരുന്നു നീ. പക്ഷെ നിന്റെ ചില ചേഷ്ടകൾ കാരണം, നിന്റെ പ്രവൃത്തികൾ കാരണം നീ അതിൽ നിന്ന് ഇങ്ങനെ പാടെ പാടെ വെടിഞ്ഞ് അതിനെ മറന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഫൻദുർ ഇലാ ഖത്ബാനിയതിക, നിന്റെ ആ ഖുത്ബാനിയത്തിന്റെ പദവിയിലേക്ക് നീ നോക്കണം. വസ്തമിദ് മിൻ ഖുസൂസിയതിക, അല്ലാഹു തആല നിനക്ക് പ്രത്യേകമായ ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിന് നീ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. എന്നിട്ടോ വൻസബിഗ്, നീ ചായം പൂഷണം. ബിസിബ്ഗത്തല്ലാഹ്, അള്ളാഹുവിന്റെ വർണ്ണം നീ സ്വീകരിക്കണം. അതുപോലെ ഫിത്രത്തിഹി, അള്ളാഹുവിന്റെ പ്രകൃതിയും നീ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംവിധാനിച്ചത് അള്ളാഹുവിന്റെ പ്രകൃതിയിലാണ്, ഏറ്റവും ശുദ്ധമായ പ്രകൃതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അള്ളാഹു തആല നിന്നെ സംവിധാനിച്ചിരിക്കുന്നത്. ആ പ്രകൃതിയിലേക്ക് നീ മടങ്ങണം. അപ്പോൾ ഒരു മുരീദ് തൻ്റെ ഷെയ്ഖിനെ എങ്ങനെ കാണണം എന്നുള്ള ഏറ്റവും വലിയ ഒരു പഠനം കൂടി ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയണം. ഒരു മുരീദ് എങ്ങനെയാണ് ഒരു ഷെയ്ഖിനെ കാണേണ്ടത്, ഒരു ഷെയ്ഖ് എങ്ങനെയാണ് മുരീദിനെ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ ഒരുപാട് വ്യക്തികളെ നിങ്ങൾ കാണും. കാറിൽ സഞ്ചരിക്കുന്നവരായിട്ട് കാണും, റോട്ടിലൂടെ നടക്കുന്നവരായിട്ട് കാണും. അവരൊക്കെ ഏത് പ്രകൃതിയിലുള്ള ആൾക്കാരായിരുന്നു? ഖുത്ബാനിയത്തിന്റെ പദവിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ആൾക്കാരായിരുന്നു. ആ പദവി നിലനിർത്തി പോരുന്ന കുറെ ആൾക്കാരുണ്ടാവും. ആ പദവിയിൽ നിന്ന് മാറി നിന്ന് അതിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ടാവും. ആ പദവിയെ മറന്ന് തന്നെ മറന്ന്, അതാണ് മൻ അറഫ നഫ്സഹു, മൻ അറഫ നഫ്സഹു, ആരെങ്കിലും സ്വന്തം നഫ്സിനെ ഈ ഖുത്ബാനിയത്തിന്റെ പദവിയായിരുന്നു ഞാൻ എന്ന് ഒരാൾ അറിഞ്ഞാൽ ഫഖദ് അറഫ റബ്ബഹു, അവൻ ആരറിയും? അല്ലാഹു. കാരണം ആ ശുദ്ധ പ്രകൃതി ആരെ പ്രകൃതിയാണ്? അള്ളാഹുവിന്റെ പ്രകൃതിയാണ്. അപ്പൊ മൻ അറഫ നഫ്സഹു, ഒരു മനുഷ്യൻ സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ ഫഖദ് അറഫ റബ്ബഹു, അവൻ അള്ളാഹുവിന്റെ എന്ത് ചെയ്യും? അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു മനുഷ്യന് മാത്രമേ അള്ളാഹുവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക, അള്ളാഹുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് ആർക്ക് മാത്രമേ കഴിയുള്ളൂ? മനുഷ്യന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. അള്ളാഹു താലാനെ ഉൾക്കൊള്ളാനും അതിനെ ആവാഹിക്കാനും കരുത്തുള്ള ആൾക്കാരാണ് ആരാണ്? മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. കാരണം ആ മനുഷ്യനെയാണ് അള്ളാഹു താല എന്ത് ചെയ്യണത്? ജനിക്കണ സമയത്ത് തന്നെ ഓനെല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന ആളായിട്ടാണ്. ഇപ്പോ ഞാൻ മുമ്പൊരിക്കൽ ഇതിനെക്കുറിച്ചുള്ളൊരു വിശാലമായ ക്ലാസ് മുമ്പെടുത്തിരുന്നു. അതിൽ വ്യക്തമായി ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നുണ്ട്, അവന് മലായിക്കത്തിനെ കാണുന്നു, മലായിക്കത്തിന്റെ സംസാരം കേൾക്കുന്നു, പലതും ഓൻ അറിയുന്നു. ആര്? ഏതൊരു കുഞ്ഞും ജനിക്കുന്ന സമയത്ത് എത്രത്തോളം മശായിഖന്മാർ പറയുന്നുണ്ട്, ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒറ്റക്കിങ്ങനെ ചിരിക്കുന്നത് കാണും നമ്മൾ. ആരാണ് അവരെ ചിരിപ്പിക്കുന്നത്? ആരാണ് അവർക്ക് ആ സമയത്ത് കളിക്കൂട്ടിനുള്ളത്? അള്ളാഹുവിന്റെ മുഖർറബീങ്ങളാകുന്ന മലായിക്കത്തുകൾ. കാരണം എന്താണ്? ഓന് ആ സമയത്ത് നാസൂത്തിയായ ലോകം കടന്ന് മലക്കൂത്തിലും അതിന്റെ അപ്പുറത്തുള്ള ലോകത്തിലേക്കൊക്കെ എത്തിക്കണ്. മനസ്സിലാവണ്ടോ? മലക്കൂത്തിയായ ലോകത്തിന്റെ എല്ലാവിധ സവിശേഷതകളും ആ കുട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മലായിക്കത്തിനെ കാണാനും സംസാരം കേൾക്കാനും മനസ്സിലാവണ്ടോ?
അവരെ ശരിക്ക് മനസ്സിലാക്കാനൊക്കെ ആർക്ക് സാധിക്കും? ഈ കുട്ടിക്ക് സാധിക്കും. പക്ഷെ പിന്നെ പിന്നെ പതിയെ 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 അവൻ്റെ സഹവാസം ആരുമായിട്ട് വരികയാണ്? മലായിക്കത്തിൽ നിന്ന് അങ്ങോട്ട് വേറിട്ട് പോവുകയാണ്. പിന്നെ മനുഷ്യന്മാരുമായി ഓരോന്നിനോടുള്ള പ്രണയം ഇങ്ങനെ മാറി മാറി വരികയാണ്. മനസ്സിലാവുണ്ടോ? അതിനനുസരിച്ചിട്ട് ആ ഒരു കുത്തുബാനിയത്ത് ഓൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോവും. അതവിടെ ശേഷിക്കുന്നുണ്ട്. ആ കുത്തുബാനിയത്ത് എന്ന് പറയുന്ന പദവി അവിടെ ഉണ്ടാവും. കാരണം അതിലേക്കൊരു മടങ്ങി വരണമെങ്കിൽ മടങ്ങി വരാലോ. ഇനി സാധനം അവിടെ വേണ്ടേ? മടങ്ങി വരണമെങ്കിൽ അവനക്ക് മടങ്ങി വരാം. ഈ സാധനം ഇപ്പം അവിടെ വേണം. അപ്പോൾ പിൽക്കാലത്ത് എന്ത് ചെയ്യും? ആ അസിലിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന എത്രയോ ആൾക്കാർ. സത്യത്തിൽ ഇതാണ് സത്യത്തിൽ ഈ ഫതുഹുൽ അക്ബർ എന്നുള്ള സാധനം. ഇതാണ് സത്യത്തിൽ എന്ത്? ഫതുഹുൽ അക്ബർ എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഏതാണ്? ഇതാണ്. മനസ്സിലാവട്ടോ? അപ്പോൾ ഒരു ഷെയ്ഖിനെ നമ്മൾ, അപ്പോൾ ഒരു മുരീദിൻ്റെ പദവി കൊണ്ട് അള്ളാഹു തആല ചിലപ്പോൾ ഷെയ്ഖിനെ വലിയ മഹാനാകും. ഷെയ്ഖിനെ വലിയ മഹാനാകും. മനസ്സിലാവുണ്ടോ? ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒരു പുഴക്കരയിൽ ഇങ്ങനെ നിൽക്കുക, ഒരു നദിക്കരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? തോണിക്കാരനെ കാത്തു നിൽക്കുകയാണ് അക്കരെ കടക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖാകുന്ന ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു ആ വഴി വരുന്നത്. അപ്പോൾ ഷെയ്ഖ് അവരോട് ചോദിച്ചു, ഷെയ്ഖ് അവറുകളെ, എന്താ നിങ്ങളിവിടെ ഈ നദിക്കരയിൽ നിൽക്കുന്നത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ തോണിക്കാരനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾക്ക് തോണിക്കാരനെന്ന് കാത്തു കണ്ടാറുണ്ട്. ഹബീബുൽ അജമി കൂളായിട്ടാണ് പോയി. ഹബീബുൽ അജമി കൂളായിട്ട് അതിൻ്റെ മേലെ കൂടെ നടന്നാണ് പോയി. എന്നാൽ ഹസനുൽ ബസരിക്ക് ഹബീബുൽ അജമിനേക്കാൾ ദറജ ഇല്ല എന്ന് വിചാരിച്ചിട്ടാ? അല്ല, അങ്ങനെയല്ല. അങ്ങനെയല്ല. ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു അതൊന്നും നോക്കാതെ കൂളായിട്ടാണ് പോയി. എന്നാൽ ഹസനുൽ ബസരി വലിയ മഖാമിലുള്ള ആളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ജിസ്തി ത്വരീഖത്തിന്റെ അമൽ സ്വീകരിച്ച ആളാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അല്ലേ? ഞാൻ മുമ്പൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരി ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരുപാട് സ്വഹാബികളെ നിഷ്കരുണം കൊന്ന ആളാണ് ആര്? ഹജ്ജാജ് ബിൻ യൂസുഫ്. മനസ്സിലാവുന്നു? ആ സമയത്ത് ഹജ്ജാജ് ബിൻ യൂസുഫിനെതിരെ ആര് പ്രസംഗിച്ചാലും അവരെ കൊണ്ടുപോയിട്ട് പോലെ അറസ്റ്റ് ചെയ്യും. ആര് പ്രസംഗിച്ചാലും കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഹജ്ജാജിനെതിരെ പ്രസംഗിച്ചു എന്നത് ഹജ്ജാജ് അറിഞ്ഞു. പടയാളികളെ പറഞ്ഞയച്ചു. എവിടേക്ക്? ഹസനുൽ ബസറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഹസനുൽ ബസറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പണ്ട് ഹസനുൽ ബസറിന്റെ ശിഷ്യനാണ് ആര്? ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു. ഹബീബുൽ അജമി ഇങ്ങനെ പുറത്തിരിക്കുന്നുണ്ട്. മനസ്സിലാണ്ടോ? ഹബീബുൽ അജമിനോട് ചോദിച്ചു, ഹസനുൽ ബസരി പരിയിലുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. പക്ഷെ ഈ വന്ന ആൾക്കാർക്കൊന്നും ഉള്ളിൽ ഒരുപാട് തെരഞ്ഞിട്ടും ആരെ കണ്ടില്ല? ഹസനുൽ ബസരിനെ കണ്ടില്ല. ഹസനുൽ ബസരിനെ കണ്ടില്ല. തിരിച്ച് ഹസനുൽ ബസരിനെ കാണാതെ തിരിച്ചുപോയി. എന്നാൽ ഹസനുൽ ബസരി അവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. ഹസനുൽ ബസരി വന്നിട്ട് പറഞ്ഞു ഹബീബുൽ അജമി തങ്ങളോട്, എന്താടാ നീ കാണിച്ചത്? ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത്, ഞാൻ ഇവിടെ ഉണ്ട് എന്നാ, എന്നെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇത് ഉണ്ട് എന്നാ പറയാ. ഒരാളെ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ ഇല്ല എന്ന് പറയണമെന്നുള്ള മസല. നീ അവിടെ എന്തുകൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബുൽ അജ്മി തങ്ങൾ പറഞ്ഞു, ഉസ്താദെ, ഞാൻ ആ ഭടന്മാരതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാനൊരു അള്ളാനെ വിളിച്ചിട്ടുണ്ട്. റബ്ബേ എൻ്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അള്ളാനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ കാണാതിരുന്നത്. അപ്പോൾ ഒരു ഷെയ്ഖ് ഒരു മുരീദി എങ്ങനെയാണ് ഒരു ഷെയ്ഖിനെ കാണണ്ട്, ഒരു മുരീദി എങ്ങനെയാണ് ഒരു ഷെയ്ഖിനെ കാണണ്ട് എന്നൊരു വലിയ പാഠം കൂടി എന്ത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ മുരീദിൻ്റെ ഹൃദയത്തിൽ ഇഖ്ലാസ്, അതൊരു ഷെയ്ഖിനെ ഏത് തലത്തിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു വലിയ പാഠം കൂടി നമുക്ക് എന്ത് പഠിക്കാണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങാനും ആ ശുദ്ധ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് ആ കുത്തുബാനിയത്തുൽ ഉലമയിലായി മരണപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ വിറുദ്, വലീഫ, ഹൈലല, മറ്റ് അമാലുകളൊക്കെ വളരെ ഭംഗിയായി ആ ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിച്ച് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.